ഓടി ഓടി താൻ ഒരുപാട് ക്ഷീണിച്ചു. അത് സച്ചേട്ടൻ എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തോന്നുന്നതാ. സന്തോഷവും സ്നേഹവും മാത്രം അനുഭവിക്കേണ്ട ഈ സമയത്ത് കഷ്ടപ്പാടും ടെൻഷനും മാത്രം താൻ അനുഭവിച്ചതല്ല. ആ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ പോവാതെ തന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഇവിടെ ഇരിക്കാൻ പോവാ. അയ്യടാ, എന്നിട്ട് വേണം എല്ലാവരും എന്നെ ഇനിയും കുറ്റം പറയാനായിട്ട്. അവള് ഭർത്താവിനെ പിടിച്ച് മുറിയിൽ പൂട്ടി വെച്ചിരിക്കുവന്ന്. വെറുതെ അങ്ങനെയുള്ള പേരും കൂടി എനിക്ക് സമ്പാദിച്ചു തരില്ല സച്ചേട്ടാ. തനിക്ക് വേണ്ടി മാത്രമായി കുറച്ച് ദിവസങ്ങൾ എന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്ന തനിക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? ഒരു ഭർത്താവ് ഭാര്യ പ്രണയിക്കുന്ന ഏറ്റവും സുന്ദരമായ സമയം പ്രഗ്നൻസി ആണോ? പിന്നല്ലാതെ. നാളത്തെ ചടങ്ങൊന്ന് കഴിയട്ടെ. പ്രഗ്നൻസി പീരീഡിൽ ഒരു ഭർത്താവ് ഭാര്യ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ ഈശ്വരാ, അപ്പൊ നാളെ മുതൽ ഞാൻ എന്തൊക്കെ കാണേണ്ടി വരും? അതെ, പലതും കാണേണ്ടി വരും. വാ. സന്തോഷം കൊണ്ട് എനിക്ക് കരച്ചില് വരുന്നു സച്ചേട്ടാ. എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ. എന്നെക്കാളും കൂടുതൽ കുഞ്ഞിന്റെ വരവ് കാത്തിരിക്കുന്നത് സച്ചേട്ടനാണെന്ന് എനിക്കറിയാം. അത് ശരിയാ. ഞാൻ നമ്മുടെ കുഞ്ഞിന്റെ വരവ് കാത്തിരിക്കുക. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ഈ ഭൂമിയിൽ ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാ. നമ്മൾ രണ്ടുപേരുടെയും ജീവന തന്റെ ഉള്ളിലുള്ളത്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഈ കുഞ്ഞാ. പക്ഷേ എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും എനിക്ക് താൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ സന്തോഷങ്ങളെല്ലാം.